സലീം ഭായ്, ഞങ്ങൾ താഴെ ഉണ്ട്. ആ, എഴുതിക്കോ. സുഖല്ലേ? സുഖം തന്നെ. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കിറ്റിനകത്ത് എല്ലാം ഉണ്ട്. ഒരു മാസം പോകാനുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും ആയിക്കോട്ടെ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയണത് എന്താന്ന് വെച്ചാൽ, ഒരു കാരണവശാലും പുറത്തേക്ക് പോകില്ല. വെളിയിൽ സിറ്റുവേഷൻ വളരെ മോശമാണ്. അപ്പൊ ഞങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുന്നോണ്ട് അറിയാൻ പറ്റും. ഞാൻ മാക്സിമം ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, ഒരു നിവൃത്തിയില്ലാത്തോണ്ടാണ്. വലിയ ഉപകാരം. ശരി. വലൈക്കും സലാം. എന്തൊക്കെയാ? കൊഴപ്പൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെക്കാ പൈസ അയക്കാണ്ടാവോ? വീടിന്റെ ഓണറോട് ഇനി അവധി പറയാൻ പറ്റൂല. 2 മാസായില്ലേ വാടക കൊടുത്തിട്ട്. സ്കൂള് തുറക്കാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ട്ടോ. എല്ലാം കൂടെ ഇപ്പൊ എന്താ ചെയ്യാ? അതൊക്കെ ശരിയാക്കാടി, പേടിക്കണ്ട. 3-4 ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെയും പൈസ അയക്കാം. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. റസിയ, ഇതാ ഇപ്പൊ നടന്നൊരു കാര്യം പറയാം. ചാറ്റുകാർ കൊണ്ടുവന്ന ഭക്ഷണ കിറ്റുമായിട്ട് ഫ്ലാറ്റിലേക്ക് കയറുമ്പോ ഇതാ തൊട്ടു മുന്നില് ബിൽഡിങ്ങിന്റെ ആരിസ് എന്നെ തല്ലിയില്ലാന്നുള്ളൂ. റൂം റെന്റിന് ഇനി 1 ആഴ്ചയും കൂടി സമയം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾ എന്നെ തൂക്കിയെടുത്ത് പുറത്തിടും. റസിയ, നീ ഒരു കാര്യം ചെയ്യ്, പിള്ളേരടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റ്. അവിടെ പ്രൈവറ്റിൽ പഠിച്ചാല് നമ്മുടെ കാര്യമൊക്കെ അവതാളത്തിലാവും. എന്നിട്ട് വേണം സ്വന്തം വീട്ടിൽ പോലും കയറാൻ സമ്മതിക്കേണ്ട നാട്ടുകാർ ഓടിക്കാൻ. ഇപ്പൊ ഞങ്ങളാണല്ലോ നാട്ടിലെല്ലാവരുടെയും ശത്രുക്കൾ. ഇവിടുത്തെ തീക്കാറ്റിനേക്കാൾ തളർന്നു പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ്. പേടിക്കേണ്ട റസിയ, ഇതൊക്കെ നമ്മൾ അതിജീവിക്കും. ഹലോ സുമേഷേ, സലീംക്കാണ്. നീ മുന്നേ വിളിച്ചില്ലായിരുന്നോ മുടി വെട്ടുന്ന കാര്യം പറഞ്ഞോണ്ട്? നിന്റെ കൂട്ടുകാരുടെ എല്ലാരോടും ഒന്ന് പറഞ്ഞേ കിട്ടോ. ഞാൻ എന്താ ഇറങ്ങ. അല്ല സലീംക്ക, നിങ്ങളല്ലേ വരാൻ പറ്റില്ലറിഞ്ഞ്, പിന്നെന്താ തീരുമാനം മാറ്റി? ഞാൻ മാക്സിമം വരണ്ടെന്ന് വിചാരിച്ചതാ, നിവൃത്തികേടായിട്ട് ഇറങ്ങിപ്പോയതാ. ഇനി നിങ്ങളെ കഴിഞ്ഞിട്ട് 1-2 ഫ്ലാറ്റും കൂടെ പോകാനുണ്ട്. ഹലോ നിക്സ, ഞാൻ ഗ്രാൻഡിലുണ്ട്. എന്റെ മക്കളും നമ്മളെ സലീംക്ക